ശേഷിക്കുന്ന വളരെ കുറച്ച് നാളുകൾ. ഇനിയും ആ ഹോമകുണ്ടത്തിൽ എരിഞ്ഞു തീർക്കാൻ താല്പര്യമില്ല ഗീതാലക്ഷ്മി. അതിനായിട്ട് ആരും ഇനി എന്നെ ക്ഷണിക്കുകയും ചെയ്യരുത്. അത് തന്റെ കൂട്ട് അപേക്ഷയുടെ രൂപത്തിലാണെങ്കിലും തന്റെ മോളുടെ കൂട്ട് ആജ്ഞയുടെ സ്വരത്തിലാണെങ്കിലും സാധിച്ചു തരാൻ വിപിക്ക് ബുദ്ധിമുട്ടുണ്ട്. തന്റെ മകളോട് പ്രത്യേകം പറഞ്ഞേക്കണോ അത്? ഗീതാലക്ഷ്മിക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല വിപി. സന്തോഷം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. പോട്ടെ. സിസ്റ്റർ, ഡോക്ടർ ജോബിൻ തിരക്കിലല്ലെങ്കിൽ ഒന്ന് വരാൻ പറയും. പിന്നെ റൗണ്ട്സിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതി. ശരി ഡോക്ടർ. കുട്ടി ഇരിക്കൂ. ഈ പ്രീ മെൻസ്ട്രൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് മുമ്പ് എപ്പോഴെങ്കിലും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിരുന്നോ? ഇല്ല ഡോക്ടർ. പിന്നെ ഈ ഹോർമോൺ സപ്ലിമെന്ററി മെഡിസിൻ ഒക്കെ ആരാ തനിക്ക് അഡ്വൈസ് ചെയ്തത്? ആരും അഡ്വൈസ് ചെയ്തതല്ല ഡോക്ടർ. പീരീഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ടിപ്സ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ചില മെഡിസിൻസിന്റെ പേര് കിട്ടിയത്. അത് വാങ്ങി ഉപയോഗിച്ചപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഈ പറഞ്ഞ മെഡിസിൻസ് അപ്പോ എത്ര നാളായി ഉപയോഗിക്കുന്നുണ്ട്? 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാസത്തിൽ ഏകദേശം എത്ര ദിവസം ടാബ്ലറ്റ് കഴിച്ചിരുന്നു? ആദ്യമൊക്കെ ഒരാഴ്ച കഴിച്ചിരുന്നു. വീണ്ടും ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ പിന്നെ എല്ലാ ദിവസവും കഴിച്ചു തുടങ്ങി. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ബയോളജിക്കലി നടക്കേണ്ട പ്രോസസ് അല്ലേ കുട്ടി? മനഃപൂർവ്വം അതിനെ എന്തിനാണ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത്? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഒരു സ്ത്രീ ആയിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് ഡോക്ടർ. ഐ ഹേറ്റ് ഇറ്റ്. എനിക്ക് ദിവസങ്ങൾ അറപ്പോ. ഓക്കെ കൂൾ ഡൗൺ. ഇപ്പോഴുള്ള ഈ കണ്ടീഷൻ, ഐ മീൻ ഈ പെയിനും ബ്ലീഡിങ്ങും ഒക്കെ സിവിയർ ആകാൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ഒരു 4-5 മാസമായിട്ടുണ്ടാവും. ആ ലാബ് ഷീറ്റിംഗ് എടുത്തേ. ആ സമയത്ത് ഹെവി ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ടല്ലേ? ബ്ലീഡിംഗ് ഹെവി ആവാൻ തുടങ്ങിയത് ഈ അടുത്താ. അതിനു മുമ്പ് സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉണ്ടായിരുന്നു. വേദന സഹിക്കാതെ വരുമ്പോഴാണോ അപ്പു പെയിൻ കില്ലറും സ്റ്റാർട്ട് ചെയ്തത്? അതെ ഡോക്ടർ. അത് എത്ര എണ്ണം എടുക്കുമായിരുന്നു? മിക്കവാറും 2ൽ കുറയാതെ 3-4 കഴിച്ച ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്ത് വിഡ്ഢിതരമാണ് കുട്ടി താനീ കാണിച്ചത്? ഇത്രയും ക്രോണിക് സ്റ്റേജിൽ എത്തിയിട്ടും എന്തുകൊണ്ടാ ഇതിനു മുമ്പ് ഒരു ഡോക്ടറെ കാണാഞ്ഞേ? എല്ലാവരും ഗൂഗിൾ ചെയ്ത് സെൽഫ് ട്രീറ്റ്മെന്റ് നടത്താനാണെങ്കിൽ പിന്നെ ഞങ്ങളെന്തിനാ വേഷം കിട്ടി ഇവിടെ ഇരിക്കുന്നേ? May I come in, doctor? ജോബിൻ, പ്ലീസ് കം. എങ്ങനെയുണ്ട് ഡോക്ടർ നമ്മുടെ പേഷ്യന്റ്? ഞാനിപ്പോ എന്താ പറയാ, ഒരു റെയർ ജെൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. പഠിപ്പും വിവരമൊക്കെയുള്ള കുട്ടികൾ ഇങ്ങനെ മണ്ടത്തരം കാണിക്കാൻ തുടങ്ങിയ എങ്ങനെയാ ജോബിൻ? കുട്ടി ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. ഞാൻ ജോബിനോടൊന്ന് സംസാരിക്കട്ടെ. ദാ ഇത് ലാബിൽ കൊടുക്കൂ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം ഡോക്ടർ. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിലും വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ജോബിൻ. പ്രൈമറി ചെക്കപ്പിൽ എനിക്ക് അങ്ങനെയാ തോന്നിയത്. വർഷങ്ങളായി ആ കുട്ടി പീരീഡ്സ് ബ്ലോക്ക് ചെയ്യാനുള്ള ഹോർമോൺ സപ്ലിമെന്റ് എടുത്തോണ്ടിരിക്കുക. അതും നോർമൽ കോഴ്സൊന്നുമല്ല, അതിന് തോന്നിയ പടി. പോരാത്തതിന് പെയിൻ കില്ലേഴ്സും. യൂട്രസും ഓവറി സിസ്റ്റവും ഒക്കെ ഹൈലി ഇൻഫെക്റ്റഡ് ആണ്.
ഉറപ്പായും ഫൈബ്രോയിഡിനുള്ള ചാൻസും കാണുന്നുണ്ട്. ഡീറ്റെയിൽ ടെസ്റ്റ് തന്നെ വേണ്ടിവരും. സർജറി ചിലപ്പം വേണ്ടി വന്നേക്കും തോന്നുന്നു അല്ലേ ഡോക്ടർ? ചിലപ്പോഴല്ല, 100% സർജറി മസ്റ്റാ. പക്ഷേ അതിന് പേഷ്യന്റ് ഫിസിക്കലി ഫിറ്റ് ആണോന്ന് ടെസ്റ്റ് കഴിഞ്ഞേ പറയാൻ പറ്റൂ. കണ്ടീഷൻ അത്രയ്ക്ക് ഡൗണാ. ഡോക്ടർ, നമുക്ക് എങ്ങനെയെങ്കിലും അപ്പുവിനെ സേവ് ചെയ്തേ പറ്റൂ. എനിക്ക് പേഴ്സണലി അത്രയധികം വേണ്ടപ്പെട്ട കുട്ടിയാ. യെസ്, ഐ നോ. ഈ കുട്ടിക്കല്ലേ ജെൻഡർ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞത്? അതെ ഡോക്ടർ. വാട്ട് ടു ഡു? ഒരു പരിധി കൂടുതൽ അതിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇത്രക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ആ രീതിയിലായിരിക്കും. എന്തായാലും ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ജോബിൻ. ശരി ഡോക്ടർ, ഞാൻ പേഷ്യന്റിനോടൊന്ന് ബ്രീഫ് ചെയ്യട്ടെ. ഷുവർ. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ സ്റ്റെല്ല മാഡം എന്ത് പറഞ്ഞു? രാവിലെ ഡോക്ടർ മൈൽഡായിട്ടാണ് എന്നെ വഴക്ക് പറഞ്ഞതെങ്കിൽ അതിലും കടുപ്പിച്ച് കുറെ വഴക്ക് പറഞ്ഞു. പിന്നെ പോലീസ് മോഡൽ കുറെ ക്വസ്റ്റ്യനിങ്ങും. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സംഗതി ലേശം സീരിയസ് ആണ്. ലേശം അല്ല അപ്പോ, കുറച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡാ. മിക്കവാറും സർജറി വേണ്ടി വന്നേക്കും. തട്ടിപ്പോവാൻ വല്ല ചാൻസും ഉണ്ടോ ഡോക്ടറെ? ഉണ്ടെങ്കിൽ തുറന്നു പറയണം കേട്ടോ. പ്ലാൻ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ അർജന്റായിട്ടൊന്ന് ഫിനിഷ് ചെയ്യണം. തൽക്കാലം തന്നെ ലാബിലേക്ക് ചെല്ല, എന്നിട്ട് വീട്ടിലോട്ട് വയ്ക്കോ. റിസൾട്ടുമായിട്ട് ഞാൻ അവിടെ വന്നോളാം. സന്തോഷം. അപ്പൊ ബൈ. ഹലോ. ഹലോ ആൻറ്റി, ജോബിനാണ്. ആ മനസ്സിലായി. എന്തൊക്കെയുണ്ട് ജോബിൻ വിശേഷം? മാള് സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു ആൻറ്റി. പിന്നെ ഞാനിപ്പം വിളിച്ചത് അപ്പുവിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയാ. എന്താ ജോബിൻ? അപ്പു ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു. ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. എന്തു പറ്റി? അവൾക്ക് ജോബിനോട് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? അതല്ല ആൻറ്റി, അപ്പുവിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ അല്പം സീരിയസ് ആയി തന്നെയാണ്. അത് അപ്പുവായി തന്നെ വരുത്തി വെച്ച പ്രശ്നങ്ങളാണ്. അപ്പുവിന് തനിച്ച് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് എൻ്റെ സഹായം തേടിയത്. ജോബിൻ, മോൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അവൾക്ക് ചില മെനസ്ട്രൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതായിട്ട് എനിക്കറിയാം. അല്ലാതെ അപ്പുവിന് കാര്യമായിട്ട് മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. അത് തന്നെ ആൻറ്റി പ്രശ്നം. മെൻസ്ട്രേഷൻ ബ്ലോക്ക് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പു സ്വന്തം ഇഷ്ടപ്രകാരം വർഷങ്ങളായിട്ട് ഡ്രഗ്സ് എടുക്കുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സിന്റെ പ്രോപ്പർ അഡ്വൈസ് ഇല്ലാതെ ഇത്തരം ഡ്രഗ്സിന്റെ ഓവർ യൂസേജ് അപ്പുവിന്റെ ശരീരത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഇന്റേണൽ ഓർഗൻസും ഹോർമോൺ സിസ്റ്റവും ഒക്കെ ക്രിട്ടിക്കലായൊരു കണ്ടീഷനിലായിപ്പോ. അവൾ അങ്ങനെ സ്വയം മെഡിസിൻ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ജോബിൻ. അക്കാര്യം അപ്പു തന്നെ എന്നോട് കൺഫസ് ചെയ്തു. ആൻറ്റി അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചിട്ടാ അപ്പു സ്വയം മെഡിസിൻ എടുത്തത്. നെറ്റിൽ നിന്ന് ഡ്രഗ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടിയെന്ന് പറഞ്ഞു. സംശയം തോന്നാതിരിക്കാൻ പല മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നായിരുന്നു അപ്പോൾ ഡ്രഗ്സ് കളക്ട് ചെയ്തിരുന്നത്. പലപ്പോഴും ഓവർ ഡോസേജ് ആയിരുന്നു എടുത്തിരുന്നത്. ഈശ്വര, ഇവളിത് എന്ത് ഭാവിച്ചാ ജോബിൻ? കഴിഞ്ഞ 2 ദിവസമായിട്ട് സഹിക്കാൻ വയ്യാത്ത പെയിനായിരുന്നു അവൾക്ക്. ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും വരാൻ അവൾ കൂട്ടാക്കിയതുമില്ല. പ്രോപ്പർ മെഡിക്കേഷൻ അല്ലാത്തതുകൊണ്ട് ഹൈലി ഇൻഫെക്റ്റഡ് ആണിപ്പോൾ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നേരിട്ട് പറയാൻ. ഞാനിപ്പോൾ വിളിച്ചത് അപ്പു ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഡിസിൻസ് എല്ലാം ഇപ്പം തന്നെ ആ റൂമിൽ നിന്ന് മാറ്റണം.
ഇനി അതിൽ ഒരെണ്ണം പോലും ഉപയോഗിക്കാനുള്ള അവസരം അപ്പുവിന് കൊടുക്കരുത്. ഇല്ല ജോബിൻ, ഞാൻ ഇപ്പൊ തന്നെ അത് അവിടെ നിർത്ത് മാറ്റാം. അപ്പു മോന്റെ കൂടെ ഉണ്ടോ ഇപ്പോ? ഇല്ല ആൻറ്റി, അപ്പു ഇവിടെ നിന്ന് ഇറങ്ങി ചിലപ്പം വീട്ടിലേക്ക് തന്നെയാവും വന്നിട്ടുണ്ടാവുക. ആ, വരുമ്പോൾ ആൻറ്റി ഇക്കാര്യം പറഞ്ഞ് അപ്പുവിനെ വിഷമിപ്പിക്കണ്ട. അപ്പു തന്നെ എന്തെങ്കിലും ആൻറ്റിയോട് പറയുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാം ആൻറ്റി. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി ജോബിൻ. എന്തുപറ്റി? താനാകെ ഡള്ളായിരിക്കുന്നല്ലോ. എന്താടോ, VP കൗണ്ടർ ചെയ്യാമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഫസ്റ്റ് വിസിറ്റോടു കൂടി തന്നെ ഇല്ലാതായതിൻ്റെ വിഷമാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല സർ. ഫിസിക്കലി ഞാൻ കുറച്ച് ടയേർഡാ, അതിൻ്റെ ഈ ഡൾനെസ്. എന്തുപറ്റി? എനിത്തിങ് സീരിയസ്? എങ്കിൽ പിന്നെ ഇത്ര ബുദ്ധിമുട്ട് എന്നെ കാണാൻ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഏയ്, അത് സാരമില്ല. ഐ എം ഓൾ റൈറ്റ്. പിന്നെ സാറിനെ നേരിൽ കാണണമെന്ന് പറഞ്ഞത് VPയുമായി അറ്റ് ദി ഏർലിയസ്റ്റ് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടോയെന്ന് അറിയാനാ. എൻ്റെ പ്രസൻസിൽ VP കൂടുതൽ കടുംപിടുത്തം കാട്ടുകയുള്ളൂ. സാറിനെ പോലെ ഒരാളുടെ മുമ്പിൽ VPക്ക് അങ്ങനെ അങ്ങോട്ട് അഡമൻ്റ് ആവാൻ പറ്റില്ലല്ലോ. ഇത്ര പെട്ടെന്നൊരു കോംപ്രമൈസ് ലെവലിലേക്ക് നമ്മൾ താഴണമെന്നുള്ളതാണ് എൻ്റെ സംശയം. എന്തു പറ്റിയോടൂ? ഫിസിക്കലി മാത്രമല്ല, മെൻ്റലിയും താനാകെ അപ്സെറ്റാണെന്ന് തോന്നുന്നല്ലോ. VPയെ തിരിച്ചു പിടിക്കാവുന്ന ആത്മവിശ്വാസമൊക്കെ ഇത്ര പെട്ടെന്നില്ലാതായോ? ഏയ്, അങ്ങനെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞിട്ടൊന്നുമില്ല സർ. എന്നാലും ചിലപ്പോഴൊക്കെ VPയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. എൻ്റെ ഇഷ്ടങ്ങളെയും സ്വാതന്ത്ര്യത്തെയും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞാൻ VPയെ വല്ലാതെ ഹറാസ് ചെയ്യുകയാണല്ലോ എന്നൊരു കുറ്റബോധം അലട്ടുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഈ മൂഡ് സ്വിംഗ് കാരണമായിരിക്കും. എനിക്ക് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെയായാലും തൻ്റെ ഈ യുദ്ധം സ്വന്തം അച്ഛനെതിരെ തന്നെയാണല്ലോ. അതിൻ്റെ പ്രഷർ എപ്പോഴും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അതിലിങ്ങനെ വല്ലാതെ കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ലടോ. തൻ്റെ ഭാഗത്തൊരു വലിയ ശരിയുണ്ട്. തൻ്റെ അച്ഛനിൽ നിന്നും ന്യായമായും തൻ്റെ അമ്മയ്ക്ക് കിട്ടേണ്ട നീതിക്ക് വേണ്ടിയാണ് തൻ്റെ ഈ ഫൈറ്റ്. അങ്ങനെ സമാധാനിച്ച ഈ സ്ട്രെസ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അച്ഛനോട് തൻ്റെ ഉള്ളിൽ ശത്രുതയൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇത്രയും സെന്റിമെന്റ്സ് അപ്പുവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. VPയോടുള്ള ഈ സെന്റിമെന്റ്സും സോഫ്റ്റ് കോർണറും ഒക്കെ എനിക്ക് സാറിനെ പോലെ ഒരാളുടെ അടുത്തല്ലേ ഷെയർ ചെയ്യാൻ പറ്റൂ. VPയുടെ മുന്നിൽ ഞാൻ തനി ടെററായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോ വിജയ് പണിക്കർ വല്ലാതങ്ങ് സ്കോർ ചെയ്യാൻ ശ്രമിച്ചെന്നിരിക്കും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പണിക്കർ സാറിനെ കണ്ട് ഒരു അനുനയ നീക്കം നടത്തണമെന്നാണോ അപ്പു പറഞ്ഞു വരുന്നത്? നിർബന്ധമില്ല, പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് സാറിനും കൂടെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയ ഒരു നിലപാടാണ്. അപ്പോൾ മാത്രമല്ല, തന്നോട് ഈ കാര്യം സംസാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു തേർഡ് പാർട്ടി എന്ന നിലയിൽ എന്നോട് ഓപ്പൺ അപ്പ് ആവാൻ പണിക്കർ സാറിന് പറ്റിയേക്കും. അത് നമ്മുടെ ഈ സമവായ ചർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഏതായാലും അധികം വൈകാതെ ഞാൻ പണിക്കർ സാറിനൊന്ന് കാണുന്നുണ്ട്. പറ്റിയാൽ ഇന്ന് തന്നെ. എന്നിട്ട് ഞാൻ വിളിക്കാം. അപ്പോഴേക്കും തൻ്റെ ഈ മൂഡ് സ്വിംഗ് ഒക്കെ മാറി നല്ല മിടുക്കൻ അപ്പോ ഇട്ടിരിക്കുക. എന്നാ ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. ശരിടോ, എന്നാ കണ്ടിട്ട് ഞാൻ വിളിക്കാം. ബൈ. ഹലോ മാളു. ഹലോ, എവിടെയാ? ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോഴും? അതേടോ, റൗണ്ട്സ് കഴിഞ്ഞ് ക്യാബിനിലേക്ക് മടങ്ങുന്നതേ ഉള്ളൂ. താനെന്താ വിളിച്ചേ? വെറുതെ ഇങ്ങനെ കുറച്ചുപേർ ഇവിടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കണല്ലോ.
അല്ലെങ്കിൽ തിരക്കിനിടയിൽ നമ്മുടെ കാര്യമൊക്കെ മറന്നുപോയാലോ? അങ്ങനെ മറക്കേണ്ടവരല്ല അവിടെ ഉള്ളതെന്ന് ഓർമ്മിപ്പിച്ചത് നന്നായി. എപ്പോഴാ ഇറങ്ങുക? മണി 11:30 കഴിഞ്ഞല്ലേ ഉള്ളൂ. ലഞ്ച് ടൈം ആയിക്കോട്ടെ. കൃത്യസമയത്തെ ഇറങ്ങൂന്ന് എന്താ എത്ര വാശി? കുറച്ചു മുൻപെത്തിയാലും ഇവിടെ ഉള്ളൊരു പരാതിയൊന്നും പറയില്ല. കൃത്യസമയത്ത് ഇറങ്ങുമെന്ന് എനിക്കൊരു വാശിയുമില്ല. ആ സമയത്തെങ്കിലും അവിടെ എത്താൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ അത്രയ്ക്ക് തിരക്കുണ്ടോ? തിരക്കൊഴിഞ്ഞിട്ട് ഡോക്ടറിന് ഒന്നിനും നേരം കിട്ടുമെന്ന് തോന്നില്ലല്ലോ. അതെ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഉള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് വന്നിട്ട് പോയിക്കൂടെ? കൂടിപ്പോയാ 1 മണിക്കൂർ നേരം ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ ഒരു ഫേവറെങ്കിലും എന്റെ വീട്ടുകാരെ ബോധിപ്പിക്കാനായി ചെയ്തൂടെ? മളു, താൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? തന്റെ വീട്ടുകാരെ ബോധിപ്പിക്കാനായി മാത്രം അവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. നിങ്ങൾ എല്ലാവരുടെ ഒപ്പം ഇരുന്ന് ലഞ്ച് കഴിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാ ഞാൻ നേരത്തെ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നത്. തന്റെ വീട്ടിൽ വരുന്നതും എല്ലാവരോടും ഒത്ത് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ഒരു ബോധിപ്പിക്കൽ ചടങ്ങായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഇനിയൊട്ട് തോന്നുകയില്ല. എന്നിട്ടും താൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. ഐ എം സോറി. ഡോക്ടറെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചെന്നേ ഉള്ളൂ. യെസ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. താൻ ടെൻഷൻ ആവണ്ട. ഒരു ½ an hour കൊണ്ട് ഇവിടുത്തെ ജോലിയെല്ലാം ഒതുക്കി ഫ്രീ ആവാൻ പറ്റുമെന്ന് തോന്നുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടനെ ഞാൻ അവിടെ പറഞ്ഞെത്തും. എന്നിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കും. എടോ, ഞാൻ ശരിക്കും നല്ലൊരു സദ്യ കഴിച്ച കാലം മറന്നു. നമുക്കിന്ന് അടിപൊളിയാക്കണം കേട്ടോ. എനിക്ക് വേഗം വാ. ഡൺ. അതെ, ഞാൻ എന്തെങ്കിലും വാങ്ങി വരേണ്ട കാര്യമുണ്ടോ? എനിക്ക് അത്തരം ചടങ്ങുകളൊന്നും അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോ, ഒന്നും വേണ്ടേ. ഡോക്ടർ ഒന്ന് വേഗം വന്നാ മതി. ശരി. ഓക്കെ. അതെന്താ അശ്വതി? ചിക്കൻ ഫ്രൈ അമ്മേ. ആ എന്തായി മാളു, ജോബിൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ലമ്മേ, ഉടനെ ഇറങ്ങുന്നു പറഞ്ഞു. ഇനി വന്നിട്ടെപ്പോഴാ? ജോബിനെത്തിയൊന്ന് ചോദിച്ച് മുരളിയേട്ടൻ 2-3 വട്ടം വിളിച്ചിരുന്നു. എന്നെയും വിളിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോ ഡോക്ടറെ വിളിച്ച് ചോദിച്ചത്. അച്ഛന്റെ ഓഫീസിൽ നിന്ന് ആരൊക്കെ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛനോട് അവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞോളൂ. ഡോക്ടർ ഉടനെ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ ഒരു സൗമനസ്യം അവൻ കാണിച്ചല്ലോ. അതുകൊണ്ട് വരുന്നവരുടെ മുന്നിൽ നാണം കെടാതെ കഴിക്കാം. ഞാനെന്നാലേ മുരളിയേട്ടൻ വിളിച്ചൊന്ന് വിവരം പറയട്ടെ. അല്ല മോളെ, അവൻ ഉറപ്പായും വരുമെന്ന് തന്നെ പറഞ്ഞല്ലോ അല്ലേ? മുത്തശ്ശി സംശയിക്കണ്ട. എന്റെ ഡോക്ടർ അങ്ങനെ വാക്ക് തെറ്റിക്കുന്ന ആളൊന്നും അല്ല. വാക്ക് തെറ്റിക്കാതിരുന്നാ മാത്രം പോരാ, നീ പറയുന്ന വാക്ക് അക്ഷരം പ്രതി അവനെ കൊണ്ട് അനുസരിപ്പിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീ അവനെ മെരുക്കിയെടുക്കണം. അവിടെയാ പെങ്കൊച്ചുങ്ങളുടെ മിടുക്ക്. നീ ഇതൊന്ന് തുടച്ചു വെക്ക്. ഞാനേ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. പായസത്തിന്റെ കൂട്ട് ആ പെണ്ണ് എവിടെ വെച്ചോ എന്തോ. ഡോക്ടർ ഒരു എമർജൻസി ഉണ്ട്. എത്രയും പെട്ടെന്ന് ചെറിയാൻ ഡോക്ടറെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അതിന് ചെറിയാൻ സാർ ഇറങ്ങിയല്ലോ. ഇല്ല ഡോക്ടർ, സാറിന് തിരിച്ചു വിളിച്ചു. ചെയർമാന്റെ ക്ലോസ് റിലേറ്റീവാ പേഷ്യന്റ്. ഉടനെ തിയേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ചെറിയാൻ ഡോക്ടർ ഇപ്പൊ ക്യാബിനിലുണ്ട്. വരൂ. അപ്പൂന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ അല്പം സീരിയസ് ആയി തന്നെയാണ്. മെൻസ്ട്രേഷൻ ബ്ലോക്ക് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം വർഷങ്ങളായിട്ട് ഡ്രഗ്സ് എടുക്കുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ പ്രോപ്പർ അഡ്വൈസ് ഇല്ലാതെ ഇത്തരം ഡ്രഗ്സിൻ്റെ ഓവർ യൂസേജ് അപ്പൂൻ്റെ ശരീരത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഇൻറ്റേർണൽ ഓർഗൻസും ഹോർമോൺ സിസ്റ്റവും ഒക്കെ ക്രിട്ടിക്കലായൊരു കണ്ടീഷനിലായിപ്പോൾ.